അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിൻ്റെ തൊട്ടു പുറകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പകരച്ചുങ്കം അത് പല രാജ്യങ്ങൾക്ക് മേൽ പല തവണ പല നിരക്കുകളിൽ അദ്ദേഹം ചുമത്തുകയും പിൻവലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് മേൽ 25%, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 25% ചുങ്കം ഏർപ്പെടുത്തുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് ഓഗസ്റ്റ് 1 ഇന്നു മുതൽ നിലവിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനുള്ള പിഴ എന്നുള്ള മട്ടിൽ ചുങ്കത്തിന് മേൽ പിഴ ചുമത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെത്രയാണ് എന്നുള്ളതിൽ കൃത്യതയില്ല. അതുപോലെ ബ്രിക്സിൽ അംഗമാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ട് ബ്രിക്സ് ഡോളറിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അതിനും പിഴ ചുമത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എത്രയാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഇന്ത്യക്ക് മേൽ ചുങ്കം ചുമത്താനും അതിന്മേൽ പിഴ ചുമത്താനും ഒക്കെ ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുമ്പോൾ അപ്പുറത്ത് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ അനുഭാവപൂർണമായ സമീപനം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പാകിസ്ഥാന് ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കം 19% മാത്രമാണ്. അതുപോലെ പാകിസ്ഥാനിലെ എണ്ണ പാടങ്ങളിൽ നിക്ഷേപം നടത്താനോ അത് വികസിപ്പിക്കുന്നതിൽ പാകിസ്ഥാനെ സഹായിക്കാനോ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇത് വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ ആകട്ടെ വളരെ കരുതലോടെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഇതിൻ്റെ ആഘാതം എന്താണ് എന്ന് പഠിച്ചതിന് ശേഷം പ്രതികരണം അറിയിക്കും എന്ന് പീയൂഷ് ഗോയൽ, ഇന്ത്യയുടെ വാണിജ്യകാര്യമന്ത്രി, കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയുടെ കാർഷിക മേഖല, കർഷകർ, തൊഴിലാളികൾ, സംരംഭകർ, കയറ്റുമതിക്കാർ, അതുപോലെ ഇന്ത്യയുടെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കും ഈ തീരുവ, അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവയോടുള്ള ഇന്ത്യയുടെ പ്രതികരണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇൻസൈറ്റിൽ സംസാരിക്കുന്നത്. അതോടൊപ്പം ഉള്ളത് പ്രൊഫസർ ജോസഫ് ആൻ്റണിയാണ്. അദ്ദേഹം നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന വ്യക്തിയാണ്. ഒപ്പം ഇത്തരം ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള വിദേശകാര്യ ബന്ധങ്ങളെ കൂടി വിശകലനം ചെയ്യുന്ന വ്യക്തിയാണ്. സ്വാഗതം സാർ ഇൻസൈറ്റിലേക്ക്. ഈ ആദ്യം ചോദിക്കേണ്ടത്, ഈ പകരച്ചുങ്കം എന്നുള്ളത് പല രാജ്യങ്ങളുടെ മേൽ അദ്ദേഹം ഏർപ്പെടുത്തുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട്, ചിലതിൽ നിന്നൊക്കെ പിന്നോക്കം പോകുന്നുണ്ട്, പിന്നെയും ഏർപ്പെടുത്തിയതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് കാത്തിരിക്കുകയാണ് ജൂലൈ 31 വരെ എന്നൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ഈ ചുങ്കം ഏർപ്പെടുത്തിയതിൽ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നാനിടയില്ല. പക്ഷേ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പിഴ ചുമത്തും എന്ന് പറയുക, അതുപോലെ ബ്രിക്സ് അംഗത്വത്തിൻ്റെ പേരിൽ പിഴ ചുമത്തും എന്ന് പറയുക, ഇതിലൊരു ഇന്ത്യക്ക് പരമാധികാരമില്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കേണ്ടവരാണ് എന്ന മട്ടിൽ ട്രംപ് സംസാരിക്കുന്നതായി തോന്നുന്നുണ്ടോ? അതിനോട് പോലും ഇന്ത്യ പ്രതികരിക്കാതിരിക്കുന്നതിൽ ഒരത്ഭുതമുണ്ടോ? ശ്രീ രാജീവ് സൂചിപ്പിച്ചത് വാസ്തവത്തിൽ ഈ പകരച്ചുങ്കം അല്ലെങ്കിൽ താരിഫ് യുദ്ധം, എന്താണ് ചുങ്ക യുദ്ധം, അതിൻ്റെ ഈ ഏറ്റവും അടിത്തറയിലേക്ക് പോകാൻ സൂചിപ്പിക്കുന്ന ചില സൂചനകൾ ആ ചോദ്യത്തിനകത്തുണ്ട്. നമുക്കറിയാം ഈ എന്താണ് ഈ ചുങ്കം ഏർപ്പെടുത്താൻ ട്രംപ് പറഞ്ഞ ന്യായം, പുറത്തു പറഞ്ഞ ന്യായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഓരോ രാജ്യങ്ങളും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ലാഭമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഈ അമേരിക്കയ്ക്ക് മിക്ക രാജ്യങ്ങളുമായിട്ട് ഈ വ്യാപാര കമ്മി നിലനിൽക്കുന്നു. അത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചുങ്കവുമായിട്ട് വരുന്നത് എന്നാണല്ലോ പറഞ്ഞ ന്യായം. വാസ്തവത്തിൽ അതല്ല ന്യായം എന്ന് ഏറ്റവും അവസാനം ഇന്ത്യക്കെതിരായിട്ടുള്ള നടപടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനയിൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം കിടക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ ആഗോളതലത്തിലുള്ള സാമ്രാജ്യത്വ മേധാവിത്വം, ആഗോള മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് വാസ്തവത്തിൽ ഈ ചുങ്കയുദ്ധം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാപാര നയത്തെ മാത്രമല്ല, വിദേശ നയ തീരുമാനങ്ങൾ പോലും ഇദ്ദേഹത്തിന് ചുങ്കം ഏർപ്പെടുത്തുന്നതിന് ന്യായമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആരും വരാൻ പാടില്ല എന്നതാണ് അതിന്റെ സൂചന. അതാണ് ഇപ്പൊ നമ്മളിപ്പോ ഏതാണ്ട് $40 ബില്യൺ വ്യാപാര കമ്മി അമേരിക്കയ്ക്ക് ഇന്ത്യൻ വ്യാപാരവുമായിട്ടുണ്ട്. അത് വസ്തുതയാണ്. എന്നാൽ അതിന് സ്വാഭാവികമായിട്ടും അവര് ചുങ്കം ഏർപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ബ്രിക്സ് നേഷനിൽ അംഗമാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യക്കെതിരെ ചുങ്കം ചുമത്താൻ തയ്യാറാകുന്നത് എന്തിന്റെ ലോജിക്കാണ്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ ചുങ്കം ചുമത്തുക, റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നതിനെതിരെ ചുങ്കം ചുമത്തുക. അതുപോലെ തന്നെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് തന്നെ പറയേണ്ട കാര്യം, കാനഡ എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് അവർക്കെതിരെ ചുങ്കം ചുമത്താൻ പോകുന്നു.
പിന്നെ അതുപോലെ തന്നെ ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ബൊൾസനാരോയ്ക്കെതിരെ അവിടെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ബ്രസീലിനെതിരെ 50% പിന്നെ ചുങ്കം ചുമത്താൻ പോകുന്നു. ഇതൊക്കെ ഈ അമേരിക്കൻ വ്യാപാരവുമായിട്ട് ഇതിന് എന്താ ബന്ധം? അമേരിക്കയുടെ രാഷ്ട്രീയവുമായിട്ട്, അമേരിക്കയുടെ ആഗോളതലത്തിലുള്ള രാഷ്ട്രീയ മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വാസ്തവത്തിൽ ഈ മാഗ പ്രോജക്ട്. ഈ ക്ലെയർമോണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ആശയങ്ങൾ എന്ന് പറയുന്നത് സ്ട്രോങ്, ഹാർഡ് നേഷൻ, ഹാർഡ് മണി, ഹാർഡ് ബോർഡർ എന്നിവയാണ്. അതായത് രാജ്യത്തെ ശക്തിപ്പെടുത്തുക, പിന്നെ സാമ്പത്തികമായി ശക്തിപ്പെടുക, അതുപോലെ തന്നെ നമ്മുടെ അതിരുകൾ ശക്തിപ്പെടുത്തുക. അതുകൊണ്ടാണല്ലോ ഈ ആന്റി ഇമിഗ്രേഷൻ പോളിസീസ് ഒക്കെ വന്നതിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ക്ലെയർമോണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് വെച്ചതും അവരാൽ നയിക്കപ്പെടുന്നതുമായിട്ടുള്ള ആളാണ് വാസ്തവത്തിൽ ട്രംപ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നയങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈ 1945 മുതൽ തുടർന്നു വരുന്ന പിന്നെ ആഗോള തലത്തിലുള്ള മേധാവിത്വം ക്ഷയിക്കുന്നുണ്ട്. ആ ക്ഷയിക്കുന്ന മേധാവിത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഇത് എന്ന് ആദ്യമേ പറഞ്ഞു വെക്കട്ടെ. ഇനി ഇന്ത്യയിലേക്ക് വരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ട്രംപ് ബഹുമാനിക്കുന്നത് വാസ്തവത്തിൽ ഈ ശക്തരായിട്ടുള്ള രാജ്യങ്ങളെ മാത്രമേ ട്രംപ് ബഹുമാനിക്കൂ. അതായത് ചൈന എന്ന് പറയുന്ന രാജ്യത്തെ ഈ പറഞ്ഞ തരത്തിൽ നിങ്ങളുടെ ഡെഡ് എക്കോണമിയാണ്, അതല്ലേ നിങ്ങൾ പിന്നെ ചുങ്ക രാജാവാണ് എന്നൊന്നും ചൈനയ്ക്കെതിരെ പിന്നെ ട്രംപ് പറഞ്ഞിട്ടില്ല. വളരെ മൈൽഡായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ചൈനയ്ക്കെതിരെ. പക്ഷെ ചൈനയാണ് അവരുടെ 1 നമ്പർ ശത്രു. പക്ഷെ ചൈന ആ ട്രംപിന്റെ മുഖത്ത് നോക്കി, നിങ്ങൾ ചുങ്കം ഏർപ്പെടുത്തു, ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾ കണ്ടോളാം, ഞങ്ങളതിനെ പിന്നെ പരിഹരിച്ചോളാം എന്നുള്ള തരത്തിൽ ട്രംപിന്റെ മുഖത്ത് നോക്കി മറുപടി പറയുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള രാജ്യങ്ങളോട് വളരെ മര്യാദയ്ക്ക് പെരുമാറും ട്രംപ്. എന്നാൽ ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ നമ്മൾ ഈ ട്രംപ് വന്നതിന് ശേഷം, 2ാം തവണ വന്നതിന് ശേഷം നമ്മൾ കണ്ടു പിന്നെ ഈ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളെ പിന്നെ കയ്യും കാലും വിലങ്ങ് വെച്ച് 40 മണിക്കൂറോളം ഒട്ടും പിന്നെ മെച്ചപ്പെട്ടതല്ലാത്ത വിമാനത്തിൽ കയറ്റി ഇന്ത്യയിലേക്ക് അയച്ചപ്പോൾ വാസ്തവത്തിൽ ട്രംപിന്റെ മുഖത്ത് നോക്കി, മിസ്റ്റർ ട്രംപ്, നിങ്ങൾ ചെയ്തത് ശരിയല്ല, നമ്മൾ രണ്ടും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, തന്ത്രപരമായ പങ്കാളികളാണ്, നിരവധി സംഘടനകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്, അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് ചെയ്തത് എന്ന് പറയാനുള്ള തന്റെ ഇടം, ആർജവം, ധൈര്യം ഇത് കാണിക്കാത്ത ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. 56 ഇഞ്ച് നെഞ്ചളവെന്ന് പ്രസംഗത്തിൽ പറഞ്ഞാൽ പോരാ, 56 നെഞ്ചളവെന്ന് നമ്മളെ ലോകത്തുള്ള ആളുകളെ കാണിക്കണം. ഓക്കെ, അപ്പൊ അത് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ആ സമയത്ത് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ 140 കോടി ജനങ്ങളുള്ള 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളതലത്തിൽ വൻശക്തിയാണ്, വിശ്വഗുരുവാണെന്ന് പറയുന്ന രാജ്യം ഇത് ചെയ്യാതിരിക്കുമ്പോൾ അമേരിക്കയുടെ തൊട്ട് താഴെയുള്ള കൊളംബിയ എന്ന് പറയുന്ന ബനാന റിപ്പബ്ലിക് ആയിട്ടുള്ള ചെറിയ രാജ്യം അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ആളുകളെ കയറ്റി അയച്ചിരിക്കുന്ന ഈ വിമാനം ഞങ്ങൾ ഈ രാജ്യത്ത് ഇറക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ അന്തസ്സോടെ ഇറക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വിമാനത്തെ തിരിച്ചയച്ച്, അമേരിക്ക അയച്ച വിമാനത്തെ തിരിച്ചയച്ച്, ലാൻഡ് ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ചയച്ച് അദ്ദേഹം പിന്നെ വിമാനം അയച്ച് കൊളംബിയൻ ആളുകളെ അദ്ദേഹത്തിന്റെ രാജ്യത്ത് കൊണ്ടുവന്നു. അങ്ങനെ അതായത് ഓരോ രാജ്യത്തെ ജനങ്ങളോടുള്ള പ്രതിപത്തിയും ബഹുമാനവും കാണിക്കാൻ നമ്മളിപ്പോ ഇന്ത്യ ഭാരതം എന്നൊക്കെ പറഞ്ഞ് വലിയ കൊട്ടിഘോഷിച്ച് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അത് എവിടെയാ കാണിക്കേണ്ടത്? അത് നമ്മുടെ ജനങ്ങളോടുള്ള സ്നേഹത്തിലല്ലേ കാണിക്കേണ്ടത്? അപ്പൊ അത് കാണിക്കുന്നതിൽ പരാജയപ്പെട്ട അന്ന് തന്നെ, അതായത് ട്രംപിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്ത ശരിയല്ലെന്ന് പറയാൻ അന്ന് ആർജവം കാണിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി. ഈ തരത്തിലുള്ള നീചമായ ചുങ്കരാജാവാണ്, ഏറ്റവും കൂടുതൽ ചുങ്കം നടത്തുന്ന രാജ്യമാണ്, പിന്നെന്താണ് മൃതമായ സമ്പദ് വ്യവസ്ഥയാണ്. ഈ മാതിരിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നിരന്തരം ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പോലും നമുക്കറിയാമല്ലോ, പഹൽഗാം ആക്രമണം നടത്തി. അപ്പൊ ട്രംപ് പറഞ്ഞു, ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ വ്യാപാര കാര്യങ്ങൾ ശരിയാക്കണമെങ്കിൽ ഈ യുദ്ധം നിർത്തിക്കൊള്ളണമെന്ന് ഞങ്ങൾ ഇന്ത്യയോട് പാകിസ്ഥാനോട് പറഞ്ഞത് കൊണ്ടാണ് ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് ട്രംപ് 29 തവണ ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെയും അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസുകളിലൂടെയും പറഞ്ഞു. ഒരു തവണയെങ്കിലും മിസ്റ്റർ ട്രംപ്, നിങ്ങൾ പറയുന്നത് കണക്കല്ല യാഥാർത്ഥ്യം എന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ ഈ പറഞ്ഞ വലിയ ധീരനായിട്ടുള്ള പിന്നെ ഭരണാധികാരി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ട്രംപിന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയണം നമുക്ക്. കാരണം അപ്പൊ മാത്രമേ അദ്ദേഹം നമ്മളെ ബഹുമാനിക്കൂ. അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഈ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ അതിനുള്ള മറുപടിയിൽ പോലും അത് പറഞ്ഞില്ല. വിദേശ ശക്തികൾ തീരുമാനിച്ചതല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് എന്നോ ഡൊണാൾഡ് ട്രംപ് എന്നോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞില്ല. അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മനസ്സിലാവും ഇവിടെ എന്റെ പേര് വിളിച്ച് അഭിപ്രായം പറയുന്ന രാജ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ മാത്രമേ ട്രംപ് ഈ മര്യാദക്കാരനാകത്തുള്ളൂ.
അതല്ലാതെ നമ്മൾ പിന്നെ ഒഴിഞ്ഞു കഴിഞ്ഞ് മാറി അഴകുഴമ്പം മട്ടിൽ നമ്മൾ പ്രഖ്യാപനം നടത്തുക എന്താ നമ്മളിങ്ങനെ മടിക്കുന്നത്? എന്തിനാ നമ്മൾ മടിക്കുന്നത്? നമ്മൾ ലോകത്തിലെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അമേരിക്കയെ വേണം എന്ന് പറയുന്നത് പോലെ തന്നെ അമേരിക്കയ്ക്ക് നമ്മളെയും വേണം. കാരണം എന്താണ്? നമ്മുടെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയോ BJP എന്ന് പറയുന്ന മന്ത്രിസഭയോ വന്നതുകൊണ്ടല്ല ഇന്ത്യക്ക് ഇത്രയധികം പ്രാധാന്യം ഉണ്ടായത്. 1991 മുതൽ നമ്മൾ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയങ്ങളും 1947 മുതൽ നമ്മൾ നടപ്പിലാക്കിയ ഈ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന സാമ്പത്തിക നയങ്ങളും അതിനുശേഷം നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെയും ഫലമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം. ആ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു വലിയ മാർക്കറ്റാണ്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്. രണ്ടാമത്തത്, അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻ, ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ പൊസിഷൻ. അതായത് അമേരിക്ക ഒന്നാമതായി ശത്രുവായി കാണുന്ന ചൈന എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ അവരുമായി ചേർന്നുകൊണ്ട് പിന്നെ ചൈനയ്ക്കെതിരായി പ്രതിരോധം തീർക്കുന്ന ഒരേ ഒരു വലിയ രാജ്യം ഇന്ത്യയാണ്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് സുപ്രധാനങ്ങളായ ഘടകങ്ങൾ ഉണ്ടെന്നിരിക്കെ അതിശക്തമായി ധീരതയോട് കൂടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിച്ചാൽ മാത്രമേ ഈ അമേരിക്കൻ പ്രസിഡന്റ് നമ്മളോട് റെസ്പെക്ട് കാണിക്കൂ. അത് പറയാനുള്ള ധൈര്യമില്ലായ്മയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് ഞാൻ പറയും. റൈറ്റ്, അതിൻ്റെ ഒരു പ്രതിഫലനമല്ലേ ഇപ്പോൾ പീയൂഷ് ഗോയൽ വാണിജ്യമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തുമ്പോൾ ഈ 25% ചുങ്കം ഏർപ്പെടുത്തിയ നടപടിയെ ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അതിന് പകരം ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് ഞങ്ങൾ പഠിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ഇതിനോട് പ്രതികരിക്കാം. ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ കർഷകർ, തൊഴിലാളികൾ, കയറ്റുമതിക്കാർ, സംരംഭകർ അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന് ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞങ്ങൾ പകരമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ ഇന്ത്യയുടെ വാണിജ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല. ഒരു തരം ഒരുപക്ഷെ മുമ്പ് കൂടുതൽ ചുങ്കം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഏർപ്പെടുത്തും എന്നൊരു വാക്കിൽ പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അത്രമാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണോ ഇന്ത്യയുടെ ഒരു ഭരണകൂടത്തിൻ്റെത്? അല്ല, എന്ന് മാത്രമല്ലല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രാജീവ് ആദ്യം നമ്മുടെ ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ 25% ചുങ്കം നിങ്ങൾക്ക് ഏർപ്പെടുത്തും, August 1 മുതൽ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു. അതും അവിടെ നിൽക്കുന്നില്ലല്ലോ കാര്യം. അവർ പറയുകയാണ്, നിങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ എണ്ണയും വാങ്ങുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞങ്ങൾ പിഴ ചുമത്താൻ പോവാണ്. ഈ പിഴ ചുമത്താൻ പോകാന്ന് പറയുന്നത് വെറും ഒരു പ്രഖ്യാപനമല്ല. പിന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ 500% എന്താണ് 500% ഈ ചുങ്കം ചുമത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ബില്ല് അമേരിക്കൻ പാർലമെന്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 500% എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും. 500 അത് 100 ആക്കിയേക്കുമെന്ന് പറയുന്നു. 100 ആക്കിയാൽ പോലും എത്രമാത്രം ഭീമമായ തുകയായിരിക്കും വരിക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം. അപ്പൊ അതൊരു ഭാഗത്ത് നിൽക്കുന്നു. പിന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന പേരിൽ 6 ഇന്ത്യൻ കമ്പനികളെ പിന്നെ എന്താണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 25% മാത്രം ഒതുങ്ങുന്നതല്ല. വളരെ വ്യാപകമായി ഇന്ത്യക്കെതിരായി ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന്. അപ്പൊ അവിടെ ആ 25 എന്ന് പറയുന്ന ശതമാനം തന്നെ ആപത്താണ്. കാരണം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ വിയറ്റ്നാം മുതൽ ഫിലിപ്പൈൻസ്, പിന്നെ അങ്ങനെ ഇന്തോനേഷ്യ, അങ്ങനെയുള്ള രാജ്യങ്ങൾക്കെതിരെ 20 മുതൽ താഴോട്ടുള്ള പിന്നെ എന്താണ് ഈ ചുങ്കത്തോടു കൂടി, അതായത് താരിഫോട് കൂടിയിട്ട് ട്രേഡ് അഗ്രിമെന്റ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് എല്ലാം പോയി. നമുക്കെതിരെ അവർ പിന്നെ അഡ്വാൻറ്റേജോട് കൂടിയിട്ട് വസ്ത്രങ്ങളും പിന്നെ ഉൽപ്പന്നങ്ങളും, ഭക്ഷ്യോൽപ്പന്ന സാധനങ്ങളും, കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ കയറ്റുമതി ചെയ്യുകയും നമ്മുടെ വ്യാപാര വ്യവസായ മേഖല തകിടം മറിയുകയും ചെയ്യുന്ന തീരുമാനം എടുത്തിരിക്കുന്നു. ഒരു പക്ഷേ വാദത്തിന് വേണ്ടിയിട്ട് നമുക്ക് പറയാം, ഇത് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന 5 റൗണ്ട് ചർച്ചകൾ ഈ വ്യാപാര ഫ്രീ ട്രേഡ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് നടന്നു കഴിഞ്ഞു. ഇനി ഒരു 6ാമത്തെ റൗണ്ട് ചർച്ചയ്ക്ക് ഓഗസ്റ്റ് മധ്യത്തോടു കൂടിയിട്ട് അമേരിക്കൻ ഡെലിഗേഷൻ ഇന്ത്യയിൽ എത്താനിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കെതിരായിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രം എന്നുള്ള നിലയ്ക്ക് പിന്നെ ട്രംപ് ഉപയോഗിച്ചത്. അങ്ങനെ ട്രംപ് അത് ഉപയോഗിച്ചു എങ്കിൽ വാസ്തവത്തിൽ ഉണ്ടാവേണ്ട എവിടെയാണ്? ഇതിൽ മാത്രം 25% നിങ്ങൾക്ക് 25% ഞങ്ങൾ ഈടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തണമായിരുന്നു. അതല്ലല്ലോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ബ്രിക്സിൽ മെമ്പറാണ്. ബ്രിക്സ് ഒരു ആന്റി അമേരിക്കൻ ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് അതിനകത്ത്. അപ്പൊ ഡോളറൈസേഷൻ പോലെയുള്ള പദ്ധതികളുമായിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. അതിനെതിരായിട്ട് കൂടി ഞങ്ങൾക്ക്, അതായത് ഇന്ത്യ അതിനകത്ത് നിന്ന് മാറണം, അല്ലെങ്കിൽ ഇന്ത്യ, ചൈന, ബ്രസീൽ മുതലായ രാജ്യങ്ങൾ ഈ റഷ്യ പിന്നെ ഇറാനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നു, അതല്ലെങ്കിൽ ഇവരുടെ റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നു, അതുകൊണ്ട് ഇവർക്കെല്ലാം എതിരെ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറയുന്നത് ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ. അപ്പൊ ഇങ്ങനെ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, അതായത് നമ്മൾ വളരെ കൊട്ടിഘോഷിക്കുന്ന, നമ്മൾ പറയും, നമ്മുടെ പ്രധാനമന്ത്രി നിരന്തരം പറയും ട്രംപിനെ മേരാ ദോസ്ത്
എന്നാ പറയുന്നത്, മൈ ഫ്രണ്ട്. ഞാൻ പറയും ഈ ഇന്ത്യ അദ്ദേഹത്തെ ദോസ്തായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ദുഷ്മനാണ്, ഇന്ത്യയുടെ ശത്രുവാണ് അദ്ദേഹം നിരന്തരമായി. കാരണം അദ്ദേഹത്തിന്റെ ഒന്നാം ഭരണകാലം മുതൽ ഈ നിമിഷം വരെ ഇന്ത്യയെ ഇത്രയധികം ദ്രോഹിച്ചിട്ടുള്ള വേറൊരു അമേരിക്കൻ പ്രസിഡന്റ് ഇല്ല. അപ്പൊ അദ്ദേഹത്തെ ആ തരത്തിൽ കൈകാര്യം ചെയ്യാൻ, അതായത് നമ്മളെ നിരന്തരം ദ്രോഹിക്കുന്ന പ്രസിഡന്റാണ് അദ്ദേഹം എന്ന് കണ്ടുകൊണ്ട് ആ ഭരണകൂടത്തിനെതിരായിട്ട് അത്തരമൊരു നിലപാടെടുക്കാൻ വേണം നമ്മൾ തീരുമാനിക്കേണ്ടത്. കാരണം ഈ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി ആഭ്യന്തരതാരം എന്നോട് നിൽക്കൂല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നമ്മുടെ വിധേയത്വം, ഈ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിയോടുള്ള വിധേയത്വം വളരെ അപകടകരമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം പിന്നെ ഒന്നാമത്തെ ട്രംപിന്റെ ഭരണം അവസാനിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി അദ്ദേഹത്തിന് വോട്ട് പിടിച്ചു, ഇന്ത്യയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വേണ്ടി ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വാസ്തവത്തിൽ അൺഡിപ്ലോമാറ്റിക്, വളരെ, അതായത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മറ്റൊരു രാജ്യത്തിൽ തെരഞ്ഞെടുപ്പിന് നേടുന്ന ഒരു ഭരണാധികാരിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത് വാസ്തവത്തിൽ ഈ ചരിത്രത്തിലുള്ള കാര്യമല്ല. കാരണം അദ്ദേഹം വരും പോവുകയും ചെയ്യും, നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് പ്രധാനം. അപ്പൊ ഇന്ത്യയെ വളരെയധികം ദ്രോഹിച്ചിട്ടുള്ള, ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു പ്രസിഡന്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി വോട്ട് പിടിച്ചത്. അപ്പൊ അങ്ങനെ, അതായത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇവര് നമ്മുടെ കൂടെ നിൽക്കും, ഇവിടെ നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കും എന്ന് പറയുന്ന ഒരു മെസ്സേജ് അല്ലേ അതിലൂടെ ഒക്കെ പോയത്. അപ്പൊ അങ്ങനെയുള്ള, അതായത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം, അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇന്ത്യ ഫസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞ പോരല്ലോ. ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഭരണാധികാരിയാണ് എന്ന തോന്നൽ നമുക്ക് ഉളവാക്കിയാൽ മാത്രമേ ഈ ട്രംപിനെ പോലെയുള്ള ഭരണാധികാരികളുമായിട്ട് ഇടപാടുകൾ നടത്താൻ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് കഴിയും. അല്ല, അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ഈ ഉരുക്കുൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നികുതി ഏർപ്പെടുത്തി, 25% 27% മറ്റോ നികുതി ഏർപ്പെടുത്തി. അത് ഇന്ത്യയിൽ നിന്നുള്ള ഉരുക്കിൻ്റെ കയറ്റുമതിയെ വലിയ തോതിൽ ബാധിച്ചു. വലിയ മാന്ദ്യം ആ മേഖലയിൽ രാജ്യത്തുണ്ടായി. കൗതുകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുശേഷം ബൈഡൻ ഭരണകൂടം വന്നപ്പോഴും ഈ തീരുമാനത്തിൽ നിന്ന് വലിയ പിന്നോക്കം പോക്കൊന്നും ഉണ്ടായില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക ഏർപ്പെടുത്തുന്ന തീരുമാനത്തിന് വിധേയത്വം ഇവിടെ കാണിക്കുമ്പോൾ അടുത്ത ഭരണകൂടം അതങ്ങ് തുടരുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു അപകടം അവിടെ ഉണ്ട്. അല്ല, അത് മാത്രമല്ല രാജീവ്, ഇതിന്റെ കാര്യം, ഈ ഒന്നാം ഭരണകാലത്ത് തന്നെ നമ്മളെ വളരെയധികം ദ്രോഹിക്കുന്ന തീരുമാനങ്ങൾ എടുത്ത ഭരണാധികാരിയാണ് ട്രംപ്. അതുകൊണ്ടാണ് ഞാൻ ട്രംപിന്റെ കാര്യം പറഞ്ഞത്. അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിന്റെ ഒന്നാം ഭരണകാലത്ത് ആണ് അദ്ദേഹം എന്താ പറയുന്നത്, ഈ നമ്മൾ വികസ്വര രാജ്യമാണ് ഇന്ത്യ, ഒരു വികസ്വര രാജ്യം, വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം. അപ്പൊ വികസ്വര രാജ്യങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാം, അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് പ്രത്യേക ചില പരിഗണനകളുണ്ട്, ചില താരിഫ് റിഡക്ഷൻ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ താരിഫ് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഇളവുകൾ, ചില ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറച്ച് കിട്ടും. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കും എന്ത് ചെയ്തു, നമ്മളെ ആ കാറ്റഗറിയിൽ നിന്ന് വെട്ടി വികസിത രാജ്യങ്ങളുടെ പട്ടികയിലാക്കി. നമ്മൾ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലാക്കിയപ്പോൾ നമുക്ക് ആ ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ട്രംപ് ചെയ്തതാണ്. അതുപോലെ തന്നെ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തി, GSP എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തി നമ്മൾ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ കയറ്റുമതി. അതിനും ഈ പറഞ്ഞ കണക്കും ഈ ചെറിയ ഉൽപ്പന്നങ്ങൾക്കും ഈ താരിഫ് റിഡക്ഷൻ ഉണ്ട്. അതും ഇദ്ദേഹം നിർത്തലാക്കി. GSP എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തിയ ഉൽപ്പന്നങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും ഇദ്ദേഹം നിർത്തലാക്കി. എന്ന് മാത്രമാണ് അദ്ദേഹം ആ കാലത്ത് പറഞ്ഞതാണ്, ഈ ഗ്ലോബൽ വാർമിംഗ് എന്നറിയാം, നമുക്കറിയാം. ആരാ ഗ്ലോബൽ വാർമിംഗിന്റെ ഉത്തരവാദി? അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം നടത്തിയ ഉൽപാദന രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ആഗോള താപനം ഉണ്ടായത്. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണ്, ആഗോള താപനം എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിൽ ഉണ്ടാക്കിയതാണ്, അതിന് അവരാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞു. അതായത് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുന്ന നടപടി നമ്മൾ പോലും പറഞ്ഞു അതിനെതിരെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയെ ഏതെല്ലാം തരത്തിൽ, പിന്നാലെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇന്ത്യ ചുങ്കരാജാവാണ്, ഇന്ത്യ എന്താ പറയുന്ന, ഇന്ത്യയിൽ ശുദ്ധ ജലവുമില്ല, ശുദ്ധ വായുമില്ലാത്ത രാജ്യമാണ്. ഈ തരത്തിൽ അതിനുശേഷമാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ മൃത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് വരെ പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ ട്രംപ്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്താനോ ഇന്ത്യൻ ഭരണകൂടം തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്, ഒന്നാം ഭരണകാലം മുതൽ ഈ നിമിഷം വരെ ഇന്ത്യയെ ഇത്രയധികം ദ്രോഹിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇല്ല. അത് ഇവർ പരിശോധിക്കണം. ഈ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ, അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നതാണ്. അദ്ദേഹം ഈ ലോകത്തൊട്ടാകെ സഞ്ചരിച്ച് നടക്കുന്നതാണ്. ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയധികം ഇന്ത്യയെ ദ്രോഹിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടോ? അങ്ങനെയുള്ള അമേരിക്കൻ പ്രസിഡന്റിന് നമ്മൾ വിധേയരായി നിൽക്കുന്നതാണ് നമ്മുടെ കുഴപ്പങ്ങൾക്ക് കാരണം എന്നതാണ് എന്റെ അഭിപ്രായം. റൈറ്റ്. ഇത് പറയുമ്പോഴേ, ഇപ്പം ഈ പെഹൽഗാമിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഈ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ കുറെ കൂടെ
ഒരു ഊഷ്മളത വരുത്താൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കരസേനാ മേധാവിയെ വൈറ്റ് ഹൗസിൽ വിളിച്ച് വിരുന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഈ പാകിസ്ഥാന് ഏർപ്പെടുത്തിയിരിക്കുന്ന, പാകിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാനും ബംഗ്ലാദേശിനും ചുങ്കത്തിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാൻ്റെ അസംസ്കൃത എണ്ണ ഉൽപ്പാദനത്തിൽ നിക്ഷേപം നടത്താനോ അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്, അവിടെ സഹകരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാനുമായിട്ട് കുറെ കൂടെ ഊഷ്മളമായൊരു ബന്ധം, അത് മുൻപ് പോലെ അമേരിക്കയ്ക്കുള്ളതാണ്, അത് കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപ് ശ്രമിക്കുന്നതായി തോന്നുന്നുണ്ടോ? അതൊരു പക്ഷേ ഈ ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ച ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ വെടിനിർത്തൽ എങ്ങനെ ഉണ്ടായി, ഞാൻ വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് രണ്ട് രാജ്യങ്ങളോടും സംസാരിച്ചത് എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്നുണ്ടോ ഒട്ടൊക്കെ ആ നിലപാട്? ഈ ട്രംപിനെ കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നത് അദ്ദേഹം ഒരു ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ ജെഫ്രി സാക്സിനെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തെ പറയുന്നത് ഈ അൺസ്റ്റേബിൾ കൂടിയിട്ടാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന അഭിപ്രായമല്ല നാളെ പറയുന്നത്, മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ആൾക്കാർ സംശയം. ഒരു ഘട്ടത്തിൽ ഒന്നാം ഭരണകാലത്ത് ഈ അമേരിക്കയിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ കാണാൻ പോലും താല്പര്യമില്ലെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അപ്പൊ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ കാര്യം. എന്നാൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇന്ത്യ അമേരിക്ക വിഷയത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള നമ്മളുള്ള അനീതിക്ക് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ നമ്മൾ വളരെ വർഷങ്ങളായി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഹൈഫനേഷൻ എന്നൊക്കെ നമ്മൾ പറയും, ഇന്ത്യയെ പാകിസ്ഥാനെയും പാശ്ചാത്യ രാജ്യങ്ങൾ ഒരുമിച്ച് കാണുന്ന പ്രതീതി നമ്മൾ അവസാനിപ്പിച്ചിരുന്നു. നമ്മൾ പാകിസ്ഥാനെ വളരെയധികം കാതങ്ങൾ പിന്തള്ളിക്കൊണ്ട് നമ്മൾ വളരെ മുമ്പോട്ട് പോവുകയും പാകിസ്ഥാനെ അന്തർദേശീയ തലത്തിൽ ഒറ്റപ്പെടുത്തുന്നത് നമ്മൾ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പഹൽഗാം ആക്രമണത്തോടെ എന്താ സംഭവിച്ചത്? പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും സമാധാനപരമായി ചർച്ച ചെയ്യണം, പ്രശ്നങ്ങൾ ഒത്തുതീർക്കണം, അവർ ഞങ്ങളുടെ നല്ല സുഹൃത്തുക്കളാണ്, അവർ വളരെ 1000 വർഷങ്ങളായിട്ട് യുദ്ധം ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയും പാകിസ്ഥാനെയും ഒന്ന് ഒരുമിച്ച് കൂട്ടിക്കെട്ടുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ട്രംപാണ്. അതുകൊണ്ടാണ് ആ ട്രംപിനെതിരെ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ട്രംപിനോട് നമ്മൾ അതുകൊണ്ടാണ് പറയേണ്ടത്, മിസ്റ്റർ ട്രംപ്, നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോ നമുക്കറിയാമല്ലോ, ഇദ്ദേഹം ജനറൽ മുനീർ, ഈ പഹൽഗാം യുദ്ധത്തിന് കാരണക്കാരനായിട്ട് ഇന്ത്യൻ ഭരണകൂടം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള നേതാവാണ് ജനറൽ അസിം മുനീർ. ആ ജനറൽ അസിം മുനീറിനെ വൈറ്റ് ഹൗസ് വിളിച്ചു വരുത്തി വിരുന്ന് കൊടുത്തു ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ്. ഒന്ന് ആലോചിച്ച് നോക്കും, എന്താണ് നമുക്കറിയാം എന്താണ് വാസുദേവി. സാധാരണ രാഷ്ട്രത്തലവന്മാർക്ക് മാത്രമാണ് വൈറ്റ് ഹൗസ് വിരുന്ന് കൊടുക്കാറ്. ഇതിപ്പോ പാകിസ്ഥാന്റെ കരസേന മേധാവി പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തി വിരുന്ന് കൊടുക്കുന്നു. ഇവരെയൊക്കെ സാധാരണ വിളിക്കുന്നത് പെന്റഗണിലാണ് വിളിക്കുന്നത്, പക്ഷേ ഇവിടെ വൈറ്റ് ഹൗസിൽ വിളിച്ചു. അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കണം, അദ്ദേഹം നൽകുന്ന സൂചനകൾ ഇന്ത്യൻ ഭരണകൂടം മനസ്സിലാക്കണം. അപ്പൊ അതാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള, അതായത് വാസ്തവത്തിൽ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യമില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പൊ അദ്ദേഹം വിളിച്ചു വരുത്തുന്നതിന് കാരണം ഒരുപക്ഷെ ഇറാനുമായി നടക്കുന്ന സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ പാകിസ്ഥാനെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കാം. അതെന്തായാലും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കരസേനാ മേധാവിയെ വിളിച്ചു വരുത്തി അനുമോദിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം ഇപ്പൊ പറയാണ്, ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് വ്യാപാര കരാറുണ്ടാക്കി. ആ വ്യാപാര കരാർ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് ഓക്കെ, അത് പിന്നെന്താ അദ്ദേഹം പറഞ്ഞത്? ഞങ്ങള് ഈ പാകിസ്ഥാനിൽ ഒരുപാട് എണ്ണ സമ്പത്ത് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, എണ്ണ സമ്പത്ത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ അമേരിക്കൻ കമ്പനിയെ അയച്ചുകൊണ്ട് ഈ എണ്ണ ശുദ്ധീകരിച്ച് വ്യാപാരം നടത്താൻ പോവുകയാണ്. അതിന്റെ ഫലമായിട്ട് ഇന്ത്യക്ക് ഉൾപ്പെടെ എണ്ണ കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനേക്കാൾ ആക്ഷേപമുണ്ട് കാരണം ഈ പശ്ചിമേഷ്യയിൽ നിന്ന് നിലവിൽ എണ്ണ വാങ്ങിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ ഇത്ര എണ്ണ അവിടെ ഉണ്ട് എന്നുള്ളതിന് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസസ് ഒന്നുമില്ല, ഊഹാപോഹങ്ങളാണ് ഉള്ളത്. അപ്പൊ ആ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഞങ്ങൾ അവിടെ നിക്ഷേപം നടത്താൻ പോകുന്നു, എണ്ണ ശുദ്ധീകരിക്കാൻ പോകുന്നു. എണ്ണ ശുദ്ധീകരിച്ചുകൊണ്ട് എണ്ണ ശുദ്ധീകരിക്കുമ്പോൾ അവിടെ നിന്ന് എണ്ണ ഇന്ത്യക്ക് കൂടി കിട്ടും എന്ന് പറയുന്ന തരത്തിൽ പറയാനുള്ള ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രാധാന്യം ഇന്ത്യ മനസ്സിലാക്കണം. ഇന്ത്യയെ പരസ്യമായി ആക്ഷേപിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ട്രംപ് നടത്തുന്ന ഈ പരിപാടികളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കാനുള്ള എന്താണ് നമുക്ക് ഒരു പരിശ്രമം നമ്മൾ നടത്തിയില്ലെങ്കിൽ ഈ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹത്തിന് 3 വർഷത്തോളം ഉണ്ട്, 3 വർഷത്തിലേറെ ഉണ്ട്. ആ 3 വർഷത്തിലേറെ നമ്മളെ വീണ്ടും വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വർഷം അവസാനം നമ്മൾ ക്വാഡ് സമ്മേളനം നടക്കാൻ പോവാണ്. ഈ ക്വാഡ് ഉന്നതതല സമ്മേളനം അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ വരണം. ക്വാഡ് എന്ന് പറയുന്ന വളരെ തന്ത്രപ്രധാനമായ, അതായത് ചൈനയ്ക്കെതിരായി നിൽക്കുന്നു എന്ന് പറയുന്ന ആ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ 4 അംഗങ്ങളിൽ ഒരാളാണ് അമേരിക്ക. അതിന്റെ ഒരു പ്രധാന നേതാവാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഇന്ത്യയെ ഇങ്ങനെ
ചുങ്കം ചുമത്തി പ്രയാസപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനും അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാനും ബ്രിക്സിലെ അംഗമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ വീണ്ടും പിഴ ചുമത്താനും ശ്രമിക്കുന്ന ഒരു ഭരണകൂടവുമായിട്ട് നമ്മൾ എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് വന്നത്? എങ്ങനെയാണ് നമുക്ക് ആ ഭരണകൂടത്തെയും അല്ല ഭരണകൂടത്തിന്റെ പ്രസിഡന്റിനെയും ദോസ്ത് എന്ന് വിളിക്കാൻ കഴിയുക? അത് പറയുമ്പോഴേ ഇപ്പം ഇന്ത്യ ഒരുപക്ഷെ തിരിച്ചു ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇപ്പോൾ UK ആയിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഇന്ത്യക്ക് കുറെ കൂടെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള വ്യവസ്ഥകളാണ് അതിലുള്ളത് എന്ന് പറയുന്നു. അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ട് കൂടുതൽ എൻഗേജ് ചെയ്യാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നു. അതുവഴി അമേരിക്കയ്ക്കെതിരെ ഒരു ഒരു എന്താ പറയുക വ്യാപാരാധിഷ്ഠിതമായ ഒരു ചെയിൻ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ കുറെ കൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് തോന്നുന്നുണ്ടോ? ഈ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഈ നമ്മുടെ വ്യാപാരം വൈവിധ്യവൽക്കരിക്കുക എന്ന് തന്നെയാണ് ചെയ്യേണ്ടത്, ഡൈവേഴ്സിഫൈ ചെയ്യുക എന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ കൊട്ടിഘോഷിക്കപ്പെടുന്നത് പോലെ ഇന്ത്യ UK വ്യാപാര കരാറിനകത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല. വളരെ സാമ്പത്തികമായി വളരെയധികം ദുർബലമായി നിൽക്കുന്ന രാജ്യമാണ് അവർക്ക് അവരുടെ ചില ഉൽപ്പന്നങ്ങൾ, കാർ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്ന അവരുടെ മാധ്യം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവർക്ക് കിട്ടുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഒരുപാട് സാമ്പത്തികമായി മെച്ചമൊന്നും ഉണ്ടാവുന്ന കരാറൊന്നുമല്ല UK ഒപ്പിട്ടിരിക്കുന്ന കരാർ. കാരണം അവർ തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. പക്ഷെ പൊതുവിൽ പറയുന്നത് ഇപ്പോൾ തുണിത്തരങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ നേട്ടം ഇന്ത്യക്ക് ഉണ്ടാവും, അതുപോലെ ഈ മത്സ്യോൽപ്പന്നങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ മത്സ്യസമ്പത്തിന്റെ കാര്യത്തിലൊക്കെ വലിയ നേട്ടം ഇന്ത്യക്ക് ഉണ്ടാവും എന്നൊക്കെ പൊതുവിൽ പറയുന്നുണ്ട്. UK എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയും അവരും നമ്മളുള്ള ട്രേഡ് എന്ന് പറയുന്നത് വളരെ ചെറിയ ട്രേഡാണ് നമ്മൾ അവരുമായിട്ട് നടത്തുന്നത്. അപ്പൊ അവിടെ കയറ്റുമതി ചെയ്യുന്ന മത്സ്യ ഉൽപ്പന്നങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ ഒരു വേദി കിട്ടുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ അമേരിക്കയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ വ്യാപാരമാണ് നമ്മൾ ബ്രിട്ടനുമായിട്ട് നടക്കുന്നത്. അത് കാരണം അവിടുത്തെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി നമ്മൾ ആഗ്രഹിക്കുന്നവർക്കൊന്നും മെച്ചപ്പെട്ടതല്ല ഇപ്പോ. അതായത് ഇതിനകത്തുള്ള ഇപ്പോൾ പഹൽഗാം ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വെടിനിർത്തലിന് ഞാൻ ഇടപെട്ടു എന്ന് ട്രംപ് ആവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്ന ഈ പിഴയുടെ കാര്യമുണ്ടല്ലോ, അതായത് ബ്രിക്സിലെ അംഗത്വം, റഷ്യയുമായിട്ടുള്ള എണ്ണ ആയുധ വ്യാപാരങ്ങൾ, അതായത് പരോക്ഷമായി ഇന്ത്യയുടെ വിദേശ നയം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയം, ഇതിലൊക്കെ എൻ്റെ ഒരു ഇടപെടലുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണോ ട്രംപ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനോട് ഇങ്ങനെ പ്രതികരിച്ചാൽ മതിയോ നമ്മുടെ ഭരണകൂട്ടം? നമ്മളതാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്കൻ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ്. ആ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ആഗോളതലത്തിലുള്ള മേധാവിത്വത്തെ നിലനിർത്താനായിട്ടുള്ള ശ്രമമാണ്. അവരുടെ ആഗോളതലത്തിലുള്ള മേധാവിത്വം നിലനിർത്താൻ അവര് കഴിയുന്നില്ല. ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയും സൈനിക അവസ്ഥയും ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ തനിച്ചായിട്ട് ആഗോളതലത്തിലുള്ള മേധാവിത്വം നിലനിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ, ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ മുതലായ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാറ്റോയെ നിലനിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ശക്തിപ്പെടുത്തി അവരുടെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന മേധാവിത്വം നിലനിർത്താൻ സാധിക്കും. അപ്പൊ അതിന് ഞാൻ ഒരു സെക്കൻഡ് എടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. 1945 നിലവിൽ വന്ന ലോക ആഗോള ക്രമമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ആ ആഗോള ക്രമം നിലവിൽ വന്നത് ഉദാരവൽകൃത ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അമേരിക്കയാണ്, റഷ്യയൊക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിലും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ് ആ ഉദാരവാദ ലോകക്രമത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ എടുത്തതും സ്ഥാപിച്ചതും. എന്തൊക്കെയാണ് സ്ഥാപിച്ചത്? ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിച്ചു. ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തിൽ രാഷ്ട്രീയമായ തീരുമാനങ്ങളും ഇടപെടലിനും വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ്. അപ്പൊ അതൊരു രാഷ്ട്രീയ സംഘടനയാണ്. പിന്നെ അവരെന്താ സ്ഥാപിച്ചത്? അവര് സാമ്പത്തിക സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, അന്ന് ഗാട്ട്, ഇപ്പോഴത്തെ WTO രൂപമായ ഗാട്ടിന് രാഷ്ട്രീയ സ്ഥാപനങ്ങൾ പിന്നെ സാമ്പത്തിക സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. പിന്നെന്താ അവർ സ്ഥാപിച്ചത്? 1949 ഒരു നാറ്റോ സ്ഥാപിച്ചു, സൈനിക സഖ്യം സ്ഥാപിച്ചു. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും ആഗോളതലത്തിലുള്ള അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും ആഗോള മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് ഈ സ്ഥാപനങ്ങൾ. എന്നാൽ ഇതിന് പുറമെ നമുക്കറിയാം ഈ അന്റോണിയോ നെഗ്രി, ഹാർട്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ എംപയർ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് ഇത് മാത്രമല്ല, ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ട്.
അതായത് ഈ സോഫ്റ്റ് പവർ എന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയ, മാധ്യമങ്ങൾ, കൾച്ചർ, പിന്നെ ഇങ്ങനെയുള്ള നറേറ്റീവ്സിലൂടെ, അതായത് ഈ നമ്മുടെ നോം ചോംസ്കി ഒക്കെ പറയുന്ന പോലെ ഒരു മാനുഫാക്ചറിങ് കൺസെന്റ്, അതായത് ഇവരുടെ പ്രത്യയശാസ്ത്രമാണ് മികച്ചത് എന്ന് ആഗോള തലത്തിൽ അവർ പറയിക്കുന്ന തരത്തിലുള്ള ഒരു ആഖ്യാനം, നറേറ്റീവ്സ് ഉണ്ടാക്കി വെച്ചു. ആ നറേറ്റീവ്സും കൂടെ കൊണ്ടാണ് ഇവരിങ്ങനെ നിലനിന്ന് പോകുന്നത്. അപ്പൊ ആ നറേറ്റീവ്സിനെ ഇപ്പൊ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് വിജയിക്കുന്ന തരത്തിലൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ ഏതെല്ലാം തരത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഗോളതലത്തിലുള്ള മേധാവിത്വം നിലനിർത്താമോ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇറാനിൽ ഏറ്റവും അവസാനം എന്താ ചെയ്തത്? അവർ പറഞ്ഞ എന്താണ്? പിന്നെ ഇസ്രായേലാണ് പറഞ്ഞതെങ്കിലും ആരുടെ അജണ്ടയായിരുന്നു അത്? അമേരിക്കയുടെ അജണ്ടയാണ്. അമേരിക്കയുടെ അജണ്ടയാണ് ഇറാനിൽ റഷീം ചേഞ്ച് നടത്തുക എന്ന് പറയുന്നത്. 1953 അവർ റഷീം ചേഞ്ച് ഇറാനിൽ നടത്തി. അതിനുശേഷം അവർക്കെതിരായിട്ട് നിൽക്കുന്ന ഇറാൻ ആവട്ടെ, സിറിയ ആവട്ടെ, ഇറാഖ് ആവട്ടെ, ലിബിയ ആവട്ടെ, സൊമാലിയ ആവട്ടെ, സുഡാൻ ആവട്ടെ, എല്ലാ രാജ്യങ്ങളിലും, ഈ ആഫ്രിക്കയിലെ കോങ്കോയും ഗാനയും പാട്രസ് ലൂംബായും എൻക്രൂമയും ഉൾപ്പെടെയുള്ള ആളുകളെ അട്ടിമറിച്ചതിന്റെ ചരിത്രം, ചിലിയിലെ പിന്നെ അലന്റെ അട്ടിമറിച്ച ചരിത്രം, ഇതെല്ലാം CIA തന്നെ ഡീക്ലാസിഫൈ ചെയ്ത ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന അട്ടിമറികളാണ് ഇതെല്ലാം. എന്തിനാണ് നടത്തിയത്? അവർക്കെതിരായി നിൽക്കുന്ന ആളുകളെ, അവരുടെ ചൊൽപ്പടി വരാത്ത ആളുകളെ മാറ്റിക്കൊണ്ട് അവരുടെ ചൊൽപ്പടി നിൽക്കുന്ന പാവ ഭരണകൂടങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി. എന്തിനാ അത്? അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ആഗോള മേധാവിത്വം സംരക്ഷിക്കാൻ. അപ്പൊ അങ്ങനെ ആഗോള മേധാവിത്വത്തിന് വെല്ലുവിളിയായി ഇറാൻ ഇപ്പോഴും നിൽക്കുന്നു. ബ്രിക്സ് ഉയർന്നു വരുന്നു, ഷാങ്ഹായ് കോർപ്പറേഷൻ ഉയർന്നു വരുന്നു, ചൈന ഉയർന്നു വരുന്നു, റഷ്യ ഉയർന്നു വരുന്നു, ബ്രസീൽ ഉയർന്നു വരുന്നു. അപ്പൊ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇപ്പൊ കാനഡ പോലും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ല. അവർ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് പാലസ്തീനെ അംഗീകരിക്കുമെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ടല്ലോ പ്രശ്നം. കാനഡ എടുക്കുന്ന ഒരു വിദേശ നയ തീരുമാനമല്ലേ? അപ്പൊ കാനഡ എടുക്കുന്ന വിദേശ നയ തീരുമാനത്തിനെതിരെ, അല്ലെങ്കിൽ ആഭ്യന്തര തലത്തിൽ ബ്രസീൽ എടുക്കുന്ന ഒരു തീരുമാനത്തിനെതിരെ ഇവർ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അവരുടെ വ്യാപാരവുമായിട്ട് അതിന് ബന്ധമില്ലല്ലോ. അപ്പൊ ബ്രിക്സ് ആവട്ടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ ഇടപെടുന്നതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വാസ്തവത്തിൽ ആളുകൾ കാണുന്നത് ഈ മരം കണ്ടിട്ട് കാട് കാണാതിരിക്കുന്നതാണ്. അതായത് അമേരിക്കയുടെ സാമ്രാജ്യത്വ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് ഈ പരിപാടികൾ മുഴുവൻ. അതായത് മാഗ എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന, ഈ ക്ലെയർമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി, അജണ്ട നടപ്പിലാക്കുന്ന പരിപാടിയാണ് നടത്തിക്കൊടുക്കുന്നത്. അല്ലാതെ കേവലമായ ഒരു ഈ ചുങ്ക യുദ്ധമല്ല ഇവിടെ നടക്കുന്നത്. അമേരിക്കയുടെ മേധാവിത്വം, രാഷ്ട്രീയ മേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ, ലോകത്തിന് മുന്നിൽ അടിച്ചേൽപ്പിക്കാനുള്ള പിന്നെ ശ്രമമാണ് നടക്കുന്നത്. അതിനെതിരെ ഈ പോരാടുന്ന ചില രാജ്യങ്ങളുണ്ട്. ചൈന ഉൾപ്പെടെ രാജ്യങ്ങൾ പോരാടുന്നുണ്ട്, റഷ്യ പോരാടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളോടൊപ്പം ഇന്ത്യ നിൽക്കണം. ഇന്ത്യയെ നിന്നില്ലെങ്കിൽ പോലും മുഖത്ത് നോക്കി ഇന്ത്യക്കെതിരായിട്ടുള്ള അനീതിക്കെതിരെ പിന്നെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമെങ്കിലും ഇന്ത്യൻ ഭരണകൂടം കാണിക്കും. റൈറ്റ്. എന്തായാലും ഇപ്പോ ഡൊണാൾഡ് ട്രംപ് പ്രത്യക്ഷത്തിൽ പകരച്ചുങ്കമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു അമേരിക്കൻ ഇമ്പീരിയലിസത്തിന്റെ പുനഃസ്ഥാപനത്തിനുള്ള പദ്ധതിയായിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ. കുറച്ചുകൂടെ വിശാലമായൊരു രാഷ്ട്രീയ പദ്ധതിയായിട്ട് അതിനെ കാണേണ്ടിയിരിക്കുന്നു. അതാണ് പ്രൊഫസർ ജോസഫ് ആൻ്റണി ചൂണ്ടിക്കാണിക്കുന്നത്. വളരെയധികം നന്ദി സർ, ഇൻസൈറ്റിൽ സംസാരിച്ചതിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.